കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗ്യാലറിയുടെ മുകളിൽ നിന്നാണ് ഉമാ തോമസ് MLA താഴേക്ക് വീണത്. ഏകദേശം ഒരു കെട്ടിടത്തിന്റെ ഉയരത്തോളമുണ്ട്, 20 അടിയോളം ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നുമാണ്, VIP പവനിൽ നിന്നുമാണ് താഴേക്ക് ഉമാ തോമസ് MLA വീഴുന്നത്. മുഖമടിച്ചാണ് താഴേക്ക് വീഴുന്നത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷമാകും എങ്ങനെയാണ്, എവിടെയാണ് പരിക്ക് പരിക്കേറ്റത് എന്നുള്ള വിവരങ്ങളിലേക്കൊക്കെ ഒരു കൃത്യത വരൂ. അലി അക്ബർ ഷാ ഉണ്ട്. അലി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ VVIP പവനിൽ സുരക്ഷ ഒരുക്കിയിട്ടില്ല എന്നല്ല, എത്തരത്തിലായിരുന്നു സുരക്ഷ എന്നുള്ളതാണ്. അവിടെ തിരക്കുണ്ടായിരുന്നോ? ഈ VVIP പവനിൽ തിരക്കുണ്ടായിരുന്നോ? MLA വളരെ ധൃതി പിടിച്ചാണ് വേദിയിലേക്ക് എത്തിയതെന്ന് മഞ്ജന നേരത്തെ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു തിക്കും തിരക്കും കാരണം ഉണ്ടായ അപകടമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു ആൾക്കൂട്ടം എത്തുമ്പോഴും കൃത്യമായി അതിനെ ക്രമീകരിക്കാനുള്ള സൗകര്യങ്ങൾ, അവിടെ സജ്ജീകരണങ്ങൾ, വോളണ്ടിയർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ അപകടം ഉണ്ടായത് ഇത്തരത്തിൽ മുകളിൽ നിന്നും MLA കാൽ തെന്നി താഴേക്ക് വീണാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നത് സ്കാനിംഗ് നടക്കുകയാണ്. ഉമാ തോമസ് MLA പ്രതികരിക്കുന്നുണ്ട്, ബോധമുണ്ട്. മറ്റ് വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് ഇപ്പോൾ MLA ഉള്ളത്. നിലവിൽ ഈ തലയുടെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് എന്ന് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ആശുപത്രിയിലുണ്ട്. മുതിർന്ന UDF നേതാക്കൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തുന്നുമുണ്ട്. ഈ അപകടം നടന്ന പശ്ചാത്തലം, അല്ലെങ്കിൽ ഇത് ഏത് നിലയിലാണ് ഇത്തരത്തിൽ MLA താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായതെന്ന കാര്യത്തിലാണ് ഒരു പരിശോധന വേണ്ടത്. അവിടെ അതിനുള്ളൊരു സജ്ജീകരണം, അത്തരത്തിലൊരു അപകടം തടയുന്നതിന് വേണ്ട ഒരു ബാരിക്കേഡ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്തത്. അല്ലാതെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായി, ഒരു തിക്കും തിരക്കും ഉണ്ടായ അപകടമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് വലിക്കുമ്പോൾ കോൺക്രീറ്റ് ഇടിച്ചാണ് ഇത്തരത്തിൽ ഉമാ തോമസ് MLA തലയ്ക്ക് ഈ പരിക്കേൽക്കുകയും ഇത്രയും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രക്തം വാർന്നു പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഡോക്ടർമാരുടെ കൃത്യമായ പരിചരണത്തിലാണ് ഇപ്പോൾ ഉമാ തോമസ് MLA ഉള്ളത്. സ്കാനിംഗ് ഉൾപ്പെടെ റിനെ മെഡ്സിറ്റി ആശുപത്രിയിൽ പുരോഗമിക്കുകയാണെന്ന വിവരമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. മറ്റേതെങ്കിലും നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ വീഴ്ച ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലെല്ലാം ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് അപ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ MLA പുറത്തേക്ക് കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയ അപകട നിലയില്ല എന്ന് ഇപ്പോൾ ഏകദേശം ഒരു വിവരം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉമാ തോമസ് MLA പ്രതികരിക്കുന്നുണ്ട്. മറ്റ് നിലവിൽ ബോധം തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും കൂടുതൽ ഈ അപകടം നടന്ന സ്ഥലത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുമായുള്ള വിവരങ്ങളെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു നൃത്ത പരിപാടിയായിരുന്നു ഇന്ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരുന്നത്. ദിവ്യാവുണ്ണി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഈ പരിപാടി തുടങ്ങാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കും. നിലവിൽ സ്കാനിംഗ്, ഈ തലയിലെ മുറിവ് ആഴത്തിലുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സ്കാനിംഗ് ഉൾപ്പെടെ റിനെ മെഡ്സിറ്റിയിൽ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഉമാ തോമസ് MLAയുമായി ഒപ്പമുള്ളവരുമായി നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. മറ്റ് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിലും പരിക്ക് ഗുരുതരമാണ് എന്ന വിവരവും ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നു. ഉമാ തോമസ് MLA നിലവിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ മുറിവിന്റെ ആഴം എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ തലയുടെ സ്കാനിംഗ് നടക്കാൻ പോവുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഏകദേശ വിവരം ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നു. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വീണ്ടും ആ പരിപാടി പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ 12,000-ഓളം വരുന്ന കലാകാരന്മാരും ഇവരുടെ കുടുംബവും അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി നിൽക്കുന്ന സമയത്താണ് സ്റ്റേഡിയത്തിന് നടുക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉൾപ്പെടെ